ഈ പ്രദേശത്തെ അധിവസിക്കുന്ന എല്ലാ മാന്യദേശ നിവാസികൾക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. മാടമൺ ദൈവസഭയുടെ ആഭിമുഖ്യത്തിൽ ഈ പ്രദേശത്തെ കടന്നു വന്ന് യേശുക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത രക്ഷണീയ വചനത്തെക്കുറിച്ച്, സുവിശേഷത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഞങ്ങൾക്ക് ദൈവം നൽകിയ അവസരങ്ങൾക്കായി സ്തോത്രം. വളരെ അനുഗ്രഹീതമായ ഒരു സാക്ഷ്യം അല്പം മുമ്പ് കേൾക്കുവാനിടയായി തീർന്നു. മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗത്തിൽ അതിന്റെ അടിമകളായി ജീവിച്ച പ്രിയപ്പെട്ടവനിൽ കൂടി അങ്ങനെയുള്ള കുടുംബ ജീവിതത്തിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ജീവിച്ച സ്ഥാനത്ത് കർത്താവ് യേശുക്രിസ്തു അവരുടെ ജീവിതത്തിലുള്ള കുടുംബത്തിൽ പരിവർത്തിക്കുകയും അവരുടെ അതുമൂലമുണ്ടായ ആ ദൈവിക നന്മകളെ കുറിച്ച് പ്രസ്താവിപ്പാൻ വളരെ കാര്യമായി പ്രിയ മാതാവിനെ, പ്രിയ ആന്റിയെ ദൈവമായ കർത്താവ് ഉപയോഗിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യേശു കർത്താവെന്നും മനുഷ്യനെ പരിവർത്തനം ചെയ്തുകൊണ്ടേയിരിക്കുന്ന വ്യക്തിത്വമാണ്. ഒരുപക്ഷെ ഞങ്ങളിവിടെ വന്ന് ഇങ്ങനെ ഈ തിരുവോരത്തെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ പലർക്കും പല ചിന്തകൾ ഉണ്ടായിരിക്കും. ഇതൊരു മതപ്രസംഗമാണ്, അല്ലെങ്കിൽ ഒരു മതത്തിന്റെ കാര്യങ്ങൾ പറയുന്നതാണ്. എന്നാൽ ഇന്ന് പൽക്കാലം പറയട്ടെ, ഇതൊരു മതത്തിന്റെ പ്രഭാഷണമല്ല. മതത്തിന് ഒരിക്കലും ഒരു മനുഷ്യനെ നേർവഴിക്കാക്കുവാൻ അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ പരിവർത്തനം ചെയ്യുവാൻ കഴിയത്തില്ല. പ്രസംഗങ്ങൾക്ക് അതിന് കഴിയത്തില്ല. മറ്റ് രാഷ്ട്രീയ പ്രസംഗങ്ങൾക്ക് അതിന് കഴിയത്തില്ല. ഒരുപക്ഷെ പലരെയും മോട്ടിവേഷൻ ചെയ്ത് കൊടുക്കുവാൻ അതിന് കഴിയുമായിരിക്കും. പക്ഷേ യഥാർത്ഥമായ ജീവിതത്തിൽ ഒരു പരിവർത്തനം വരുത്തുവാൻ ഇവയ്ക്കൊന്നിനും കഴിയത്തില്ല. അതിന് കഴിയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നിത്യ സുവിശേഷത്തിന് മാത്രമേ അതിന് കഴിവുള്ളൂ എന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ കൂടി ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞത് കൊണ്ടാണ് ഇന്ന് പകലിൽ ഇവിടെ കടന്നു വന്ന് ഈ വചനം നിങ്ങളോട് സംസാരിപ്പാൻ ഞങ്ങൾക്ക് താല്പര്യമുള്ളത്. നമുക്കറിയാം, ഇന്ന് മനുഷ്യൻ പലവിധമായിരിക്കുന്ന ദുസ്വഭാവങ്ങൾക്ക് അടിമകളാണ്. അതിനൊരു കാരണം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും മറ്റു ലഹരി വസ്തുക്കളുടെയും അമിതമായ ഉപയോഗം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ടൈം സേക്കിന് വേണ്ടി, അല്ലെങ്കിൽ അല്പ സമയത്തെ ഒരു നേരം പോക്കിന് വേണ്ടി, അല്ലെങ്കിൽ കൂട്ടുകാരുമൊത്തെ അല്പസമയങ്ങൾ ചെലവഴിക്കാൻ വേണ്ടി ഒരു പഗ്ഗിൽ തുടങ്ങുന്ന മദ്യപാനം അത് ക്രമേണ വർദ്ധിച്ച് അതില്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുവാനിടയാച്ചു. അതുപോലെ തന്നെ മയക്കുമരുന്നിന്റെ ഉപയോഗങ്ങൾ അങ്ങനെ മനുഷ്യനെ ക്രമേണ അതിന്റെ അഡിക്റ്റാക്കി മാറ്റുന്നു, അടിമയാക്കി മാറ്റുന്നു. മാത്രമല്ല, ദുരിതമത്തമായി മനുഷ്യൻ മൃഗീയമായ സ്വഭാവത്തിലേക്ക് അവൻ കടന്നു വരികയും വളരെ മ്ലേച്ഛമായിരിക്കുന്ന, വളരെ ക്രൂരമായിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുവാൻ അവൻ പ്രേരിപ്പിക്കപ്പെടുകയും വലിയ കുറ്റവാളികളായി തീരുകയും ചെയ്യുന്ന അനുഭവങ്ങൾ, അവസ്ഥകൾ നമ്മൾ അനുദിന ജീവിതത്തിൽ പത്രമാധ്യമങ്ങൾ ദ്വാരാ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുന്നത്? ഓരോ ദിവസവും ഇത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്തെ ഒരു നല്ല ഭരണഘടന ഇല്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ഒരു നിയമസംഹിത, അതിന് തക്കതായ നിയമസംഹിത ഇല്ലാഞ്ഞിട്ടാണോ? ഒരിക്കലുമല്ല. കാരണം ലോകത്തെ ഏറ്റവും മെച്ചമായിരിക്കുന്ന നിയമസംഹിതകളിൽ ഒന്നാണ് നമ്മുടെ ഭാരതത്തിന്റെ നിയമസംഹിത. ഇവിടെ നിയമപാലകരില്ലാഞ്ഞിട്ടാണോ ഈ ഇങ്ങനെയുള്ളതായ അതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരിക്കലുമല്ല. കേരള പോലീസിനെ കുറിച്ച് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, വളരെ വേഗത്തിൽ കുറ്റങ്ങൾ തെളിയിക്കുവാൻ കഴിവുള്ള വളരെ ശക്തമായിരിക്കുന്ന ഒരു സേനാ വിഭാഗം നമുക്കുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അതിക്രമങ്ങൾ വർദ്ധിക്കുന്നത്? ഇവിടെ നമ്മുടെ രാജ്യത്തെ മതിയായ കോടതികൾ ഇല്ലാഞ്ഞിട്ടാണോ? ഒരിക്കലുമല്ല. സാധാരണ കോടതികൾ, സിവിൽ കോടതികൾ, അതിനപ്പുറത്തെ ജില്ലാ കോടതികളുണ്ട്, പിന്നെ ഹൈക്കോടതിയുണ്ട്, പിന്നെ സുപ്രീം കോടതിയുണ്ട്. വളരെ നല്ല നിലവാരത്തിൽ കടന്നു പോകുന്ന നിയമ സംഹിതകളും ന്യായപാലനവും നീതിബോധമുള്ളതായ ജനങ്ങളുണ്ട്. എന്നാൽ ഇതുപോലെ കാലം പറയട്ടെ,
കുറ്റവാളികളെ പിടിച്ചടക്കി അല്ലെങ്കിൽ അവരെ പിടിച്ചിടാൻ മതിയായ ജയിലുകൾ ഇല്ലാഞ്ഞിട്ടുമല്ല കുറ്റവാളികൾ ഇവിടെ വർദ്ധിക്കുന്നത്, കുറ്റകൃത്യങ്ങൾ സമൂഹത്തിൽ വർദ്ധിക്കുന്നത്. ഒരു കാര്യം എന്ന പകലിൽ പറയട്ടെ, മറ്റെവിടെയും തിരഞ്ഞാൽ അതിന്റെ കാരണം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മനുഷ്യനിൽ കുടികൊള്ളുന്ന പാപമാണ് എല്ലാ കുറ്റകൃത്യത്തിന്റെയും അടിസ്ഥാന കാരണമായി തീരുന്നത്. ആദാമ്യ വർഗം മുഴുവൻ പാപം ചെയ്ത നിമിത്തമായി ആമേ എന്ന് പറക്കുന്ന കുഞ്ഞുവരെയും പാപത്തിന് അധീനനായി തീരുകയും പാപം അവരിൽ കുടികൊള്ളുന്ന നിമിത്തമായി പലവിധമായിരിക്കുന്ന കുറ്റകൃത്യങ്ങളിൽ അവർ ഏർപ്പെടുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. തന്നിമിത്തമായിട്ട് എന്താ സംഭവിക്കുന്നത്? കുടുംബ തകർച്ചകൾ ഉണ്ടാകുന്നു, ജീവിതങ്ങൾ തകരുവാനിടയായിത്തീരുന്നു, ആത്മഹത്യകൾ വർദ്ധിക്കുന്നു, ജീവിതം ദുസ്സഹമായി തീരുന്നു. സമാധാനമില്ലാത്ത കുടുംബജീവിതങ്ങൾ, സമാധാനമില്ലാത്ത രാജ്യങ്ങൾ, സമാധാനമില്ലാത്ത അതേ സമൂഹങ്ങൾ അതേ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നു. സ്തോത്രം. നമുക്കറിയാം, ഇപ്പോൾ നാം കടന്നു പോകുന്ന ജീവിത സാഹചര്യം എന്ന് പറയുന്നത് ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നാം എത്തിച്ചേരുമോ എന്ന് ആശങ്കപ്പെടുന്ന തരത്തിൽ ഇസ്രായേലും പലസ്തീനുമായിട്ടുള്ള യുദ്ധത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേ ഡെവലപ്മെന്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ലോക സമാധാനത്തിനായുള്ള ഉടമ്പടികൾ അവിടെവിടങ്ങളായി നടക്കുന്നുണ്ട്, വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്, തീരുമാനങ്ങൾ ധാരാളമായിട്ടുണ്ടാകുന്നുണ്ട്. എന്നാൽ സമാധാനം മാത്രം അകലെയായിരിക്കുന്നു. നമുക്കറിയാം, ലോക സമാധാനത്തിന് വേണ്ടി രാജ്യ നേതാക്കന്മാർ അല്ലെങ്കിൽ അതേ UN മുതലായിരിക്കുന്ന സംഘടനകൾ അത് വളരെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നാൽ സമാധാനം ഒരിക്കലും നിലവിൽ വരുന്നില്ല. യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു. അത് ലോകം തരുന്ന പോലെയുള്ളതല്ല. എന്താണ് ലോകം തരുന്ന സമാധാനത്തിനും ദൈവം യേശുക്രിസ്തു തരുന്ന സമാധാനത്തിനും തമ്മിലുള്ള വ്യത്യാസം? ലോകം തരുന്ന സമാധാനം എന്ന് പറയുന്നത് ആമേൻ അല്പം മദ്യപിച്ചാൽ കുറെ സമയത്തേക്ക് ആ സമാധാനമുണ്ടാകും. അവരെ അലട്ടുന്ന പ്രയാസങ്ങളിൽ അവർക്ക് അതിൽ നിന്ന് മറന്ന് ജീവിക്കാൻ കഴിയും. എന്നാൽ ലഹരി വിട്ട് കഴിയുമ്പോൾ വീണ്ടും അവർ പഴയ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരും. പലരോടും ചോദിക്കും, എന്തുകൊണ്ടാണ് മദ്യപിക്കുന്നത്? അവർ ചിലർ പറയാറുണ്ട്, വളരെയധികമായ കടഭാരമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മദ്യപിക്കുന്നത്. എന്നാൽ ഞാൻ പലരോടും ചോദിക്കാറുണ്ട്, ഈ മദ്യപാനം നടത്തുന്നതുകൊണ്ട്, മദ്യപിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ കടത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ഒരിക്കലുമില്ല എന്നാണ് അവരുടെ മറുപടി. കാരണം കടം കുറച്ചുകൂടെ വർദ്ധിക്കാനാണ് കാരണമായി തീരുന്നത്. ഇനി കുടുംബത്തെ കുറിച്ചുകൊണ്ടാണ് മദ്യപിക്കുന്നവരെന്ന് പറയാറുണ്ട്. നിശ്ചയമായും പറയട്ടെ, മദ്യപിക്കുന്നതുകൊണ്ട് കുടുംബ തകർച്ച മാറുകയല്ല, അത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. ഭവനത്തിൽ സന്തോഷമായി തീരേണ്ട, ആശ്വാസമായി തീരേണ്ട, സംരക്ഷകനായി തീരേണ്ട പിതാവിനെ ഭാര്യയും മക്കളും അതേ വളരെ വേദനയോടും പ്രയാസത്തോടെയും ഭയത്തോടെയും കാണുന്ന ഒരു അനുഭവത്തിലേക്കാണ് അത് കൊണ്ടെത്തിക്കുന്നത്. പട്ടിണിയും പരിവട്ടങ്ങളും പ്രയാസങ്ങളും അതിന്റെ ഉൽപ്പന്നങ്ങളായിട്ട് ഭവനത്തിൽ ഉണ്ടാകുന്നു, സമാധാനം മാറിപ്പോകുന്നു. എന്നാലും പകൽക്കാലം പറയട്ടെ, ലോകത്തിന്റെ സമാധാനത്തിന് പ്രത്യേകത മദ്യപാനത്തിൽ കൂടിയുള്ള അതേ സമാധാനം, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള സമാധാനം, അതേ നല്ലൊരു സിനിമ കാണുന്നതുകൊണ്ടുള്ള സമാധാനം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതേ സ്തോത്രം മാനസിക ഉല്ലാസങ്ങൾ തരുന്ന വിഷയങ്ങളിൽ നാം ഏർപ്പെടുന്നതുകൊണ്ടുള്ള സമാധാനം അതിൻ്റെതായ ചില പരിമിതികൾക്കുള്ളിൽ അത് കഴിഞ്ഞു പോകുവാൻ ഇടയായിത്തീരും. സമാധാനം നീണ്ടു നിൽക്കുന്നില്ല. പിന്നെയും അതെ അവരുടെ വിഷയങ്ങളായി തന്നെ പ്രശ്നങ്ങളായി തന്നെ അവശേഷിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നു. എന്താണ് യേശുവിന്റെ സമാധാനത്തിന്റെ പ്രത്യേകത? യേശു നൽകുന്ന സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ സമാധാനത്തെ കെടുത്തുന്ന വിഷയങ്ങളുടെ പരിഹാരമാണ് കർത്താവ് ചെയ്യുന്നത്. അതിന്റെ മൂലകാരണമായിരിക്കുന്ന പാപത്തെ നീക്കിക്കളഞ്ഞ്, പാപത്തെ എന്നേക്കുമായി മാറ്റിക്കളഞ്ഞ്, അല്ലെങ്കിൽ പാപത്തിൻ്റെതായ മറുപടി കൊടുത്തുകൊണ്ട് പാപത്തെ നമ്മിൽ നിന്ന് നീക്കിക്കൊണ്ട് പരിഹാരം വരുത്തിക്കൊണ്ടാണ് യേശു സമാധാനം നൽകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പാപമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളുടെയും ഉറവിടം, അല്ലെങ്കിൽ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്. പാപത്തിന്റെ ശിക്ഷ മാറ്റുവാൻ വേണ്ടി, അല്ലെങ്കിൽ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ വേണ്ടി മനുഷ്യൻ തന്നെ കണ്ടുപിടിച്ച അനേകം മാർഗങ്ങളുണ്ട്. പുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത് കൊണ്ട് പാപത്തിന് രക്ഷ നേടാമെന്ന് പലരും കരുതുന്നുണ്ട്. അല്ല,
മാത്രമല്ല ചില പ്രത്യേക ആചാര അനുഷ്ഠാനങ്ങൾ, പ്രത്യേകമായ ചില ബലികൾ, ചില യാഗങ്ങൾ, തർപ്പണങ്ങൾ ചെയ്യുന്നതുകൊണ്ട് പാപത്തിന്റെ രക്ഷ നേടാമെന്ന് വിചാരിക്കുന്നവരുമുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, പാപിയായിരുന്നു കൊണ്ട് ചെയ്യുന്ന യാതൊരു പുണ്യപ്രവൃത്തികൾക്കും യാതൊരു വിലയുമില്ല എന്നത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. പാപിയായിരുന്നു കൊണ്ട് തന്നെ ചെയ്യുന്ന യാതൊരു വിലയും തർപ്പണങ്ങളും ഒന്നും തന്നെയും ദൈവസന്നിധിയിൽ യാതൊരു പ്രയോജനത്തിനും കാരണമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് പാപത്തിന്റെ പരിഹാരം? അതെ, പാപമില്ലാത്തവൻ പാപത്തിന്റെ പരിഹാരം വരുത്തണം, പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുക്കണം. തിരുവചനം പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപത്തിന് ഒരു ശമ്പളമുണ്ട്. എല്ലാ ജോലിക്കും ഒരു ശമ്പളമുള്ള എന്നതുപോലെ പാപപ്രവൃത്തികൾക്കും ഒരു ശമ്പളമുണ്ട്. അത് മരണമാണ്. അതായത് നിത്യമരണമാണ്, നിത്യ നരകമാണ്, നിത്യ നരക ശിക്ഷാവിധിയാണ്. കെടാത്തതയും അതേ ചാകാത്ത പുഴുക്കളുമുള്ള അതേ നരകത്തിൽ എന്നേക്കുമായുള്ള വാസമാണ് പാപത്തിൻ്റെതായ ശമ്പളം. പാപത്തിന്റെ ശമ്പളത്തിന് അതിന് പരിഹാരം വരുത്തുവാൻ മാനവജാതി മുഴുവൻ പാപത്തിന് അധീനരായി തീർന്നുകൊണ്ട് പാപത്തിന്റെ ശമ്പളമായ നരക ശിക്ഷാവിധിക്ക് യോഗ്യരായിരിക്കെ അവർക്ക് തന്നെ അവരെ വിടുവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പാപരഹിതനായ കർത്താവായ യേശു ക്രിസ്തു മുഴു ലോകത്തിനെയും പാപത്തെ സ്വന്തം ചുമലിൽ ഏറ്റെടുത്തുകൊണ്ട് കാൽവരി ക്രൂശിൽ യാഗമായി തീരുവാനിടയായിത്തീർന്നു. ഞാൻ നിങ്ങളും ചെയ്ത പാപത്തിന്റെ ശിക്ഷ യേശു ക്രിസ്തു സ്വയം ഏറ്റെടുത്തു. പാപത്തിന്റെ ശിക്ഷ സ്വയം ഏറ്റെടുത്തുകൊണ്ട് മാനവജാതി അതിൽ നിന്ന് വിമുക്തരാക്കി തീർക്കുവാനിടയായിത്തീർന്നു. ഇന്നേക്ക് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗോൽഗോഥായിൽ യേശു ക്രിസ്തു മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിക്കുവാൻ ഇടയായിത്തീർന്നു. ആ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്നവർക്ക് അത് പാപമോചനം ലഭിക്കുവാൻ ഇടയായിത്തീരും. ദൈവം ഒരുക്കുന്ന ഈ രക്ഷ എന്ന് പറയുന്നത്, ഈ പാപമോചനം എന്ന് പറയുന്നത്, അതിനുവേണ്ടി നാം ഒന്നും തന്നെ ചെലവഴിക്കേണ്ടതില്ല. യാതൊരുവിധമായ സാമ്പത്തിക ചെലവുകളില്ല. ഇന്ന് പകലിൽ പറയട്ടെ, അതേ സ്തോത്രം, നമ്മുടെ സമ്പൂർണമായ സമർപ്പണത്തിൽ കൂടി ആ പാപക്ഷമ നമുക്ക് ലഭിക്കുവാനിടയായി തീരും. കർത്താവേ, ഞാനൊരു പാപിയാണ്, ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അങ്ങേ കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെടുകയെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ, എന്റെ ജീവിതത്തിൽ സമാധാനം നൽകണമേ, എന്റെ ഹൃദയത്തിൽ സമാധാനം നൽകണമേ എന്ന് ആത്മാർത്ഥമായി നിങ്ങളായിരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട്, നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് അത് നിങ്ങളുടെ ഒരു നിമിഷം പ്രാർത്ഥിക്കുമെങ്കിൽ അത് സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം, ലോകം തരാൻ കഴിയാത്ത ദൈവിക സമാധാനം, നിത്യമായി നിലനിൽക്കുന്ന സമാധാനം നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ദൈവം തരുവാൻ ഇടയായി തീരും. ഇന്ന് പകലിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഇന്ന് പകലിൽ ഇവിടെ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു കാര്യം പുറകിലേക്ക് നോക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ കഴിയും, ലോക ജീവിതത്തിൽ കഴിഞ്ഞ കാല അളവുകളിൽ ഞങ്ങൾ വളരെ സമാധാനമില്ല, അസ്വസ്ഥതയില്ലാതെ കുടുംബ തകർച്ചയിലും മാതാപിതാക്കൾക്കും മറ്റുള്ളവർക്കൊക്കെ അവരെ സന്തോഷമില്ലാതെ അവർക്ക് എന്നും ഒരു പ്രശ്ന കാരണമായി ജീവിച്ചൊരു കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ യേശു കർത്താവിന്റെ ആ ദിവ്യ സ്നേഹം ഞങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ യേശുവിനെ കർത്താവ് രക്ഷിതമായി ഞങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുത്ത് അവന്റെ വചനപ്രകാരം ജീവിക്കാൻ തയ്യാറായപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം വരുവാനിടയായി തീർന്നു. ആമേ, സമൂഹത്തിന് കൊള്ളാത്ത ഞങ്ങൾ സമൂഹത്തിന് അതേ അനുയോജ്യരായി തീരുവാനിടയായി തീർന്നു. കുടുംബത്തിനും മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ടവർക്കും തലവേദനയായിരുന്ന ഞങ്ങൾ പലരും അതെ ഇന്ന് മറ്റനേകർക്ക് സന്തോഷവും സമാധാനവും പകരുന്നവരായി തീരുവാൻ കർത്താവ് ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ സ്തോത്രം, നാം ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ 50, 60, 70, 80 ഒക്കെ ആണ് നമ്മുടെ ജീവിത കാലയളവ്. നമ്മുടെ ആയുസ് അത്രയൊക്കെയാണ്. അതിനപ്പുറത്ത് നാം ഈ ലോകം വിട്ട് പോകേണ്ടതായിട്ട് വരും. എന്നാൽ മരണം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. മരണമൊന്നെന്റെയും അവസാനമല്ല. മരണത്തിനപ്പുറത്ത് ഒരു നിത്യമായൊരു ജീവിതമുണ്ട്. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഈ ലോകത്തിൽ യേശുവിനെ അംഗീകരിക്കാതെ കാൽവരി ക്രൂശിൽ മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു ക്രിസ്തു ചെയ്ത ലക്ഷന്റെ വേല അംഗീകരിക്കാതെ അവനെ കർത്താവ് രക്ഷിതമായി ഏറ്റെടുക്കാതെ ഈ സന്ദേശം നിങ്ങൾക്ക് തള്ളിക്കളയാൻ കഴിയും. എന്നാൽ അത് സംഭവിച്ചാൽ ഞാൻ പറഞ്ഞ പോലെ പാപത്തിന്റെ ശിക്ഷയായ നിത്യ നരകത്തിൽ നമ്മെ ജീവിക്കേണ്ടതായിട്ട് വരുമെന്നാൽ ഇന്ന് പകലിൽ ഞങ്ങൾ കേൾപ്പിക്കുന്ന
ഈ ദൈവവചനം, ഈ സുവിശേഷം ഏറ്റെടുത്തുകൊണ്ട് യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾക്ക് വേണ്ടി ഒരു നിത്യമായിരിക്കുന്ന സ്വർഗ കവാടം അത് നിങ്ങൾക്കായി തുറക്കപ്പെടുവാനിടയായി തീരും. അത് ദൈവത്തോടൊന്നിച്ചുള്ള സമാധാനപൂർണമായ, രോഗമില്ലാത്ത, വേദനയില്ലാത്ത, പ്രയാസമില്ലാത്ത സന്തോഷകരമായ ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മരണശേഷം കടന്നു പോകുവാനിടയായി തീരും. ഇന്ന് പകലുള്ളത് കൊണ്ട് സ്തോത്രം. ബുദ്ധിയുള്ളവരായ നാം ജീവിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒരു നാൾ ആമേൻ ഈ ലോകം വിട്ട് കടന്നു പോകേണ്ടി വരും. നമുക്കപ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്ന് ഇന്ന് നാം ഈ ആയുസ്സിലായിരിക്കുമ്പോൾ തന്നെ ചിന്തിക്കുകയും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതും ഏറ്റവും അത്യാവശ്യമാണ്. യേശു ഒരിക്കൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഒരിക്കൽ അതെ, ഇന്ന് നീ മരിച്ചാൽ പ്രിയ സഹോദര, നിന്റെ നിത്യതയുടെ മരണം സുനിശ്ചിതമാണ്. നാം എല്ലാവരും ഈ ലോകം വിട്ട് കടന്നോൾ പോകേണ്ടി വരും. എന്നാൽ മരണത്തിനപ്പുറത്ത് നമുക്കായി ഒരുക്കിയിരിക്കുന്നത് എന്താണ്? ഇന്ന് പകലിൽ അതിനു വേണ്ടി ഒരു തീരുമാനമെടുക്കുവാൻ സാവകാശമെടുക്കുമോ? നിങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കർത്താവിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുന്നു. എൻ്റെ ഉള്ളിലേക്ക് വരണമേ, നിന്റെ മകനായി മകളായി ജീവിക്കുവാൻ ഇന്ന് പകലിൽ ഞാൻ തീരുമാനമെടുക്കുന്നു എന്ന് ഒരു പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുമോ? നിങ്ങൾ ആത്മാർത്ഥമായി ഇങ്ങനെ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവമായ കർത്താവിന്റെ ദൈവിക സമാധാനം നിങ്ങളുടെ ഭവനത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരും, നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരും. നിങ്ങളുടെ ജീവിതം പരിവർത്തിതമായി തീരുവാനിടയാകും. ദൈവമായ കർത്താവിനായി നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ. നിങ്ങൾ ആശംസിക്കുന്നു. നിങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു.